ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഡെസേർട്ടാണ്. അത് ഡ്രാഗൺ ഫ്രൂട്ട് ചീസ് കേക്ക് പുഡിങ്ങാണ്. ഈ ഡെസേർട്ടിൽ 3 ലെയറാണ് ഉള്ളത്. ആദ്യത്തെ ലെയർ ഒരു ബിസ്ക്കറ്റ് ലെയറും, രണ്ടാമത്തെ ലെയർ ഒരു ക്രീം ചീസ് ലെയറും, മൂന്നാമത്തെ ലെയർ ഒരു ഡെക്കറേറ്റീവ് ലെയറുമാണ്. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 100 ഗ്രാം മാരിഗോൾഡ് ബിസ്ക്കറ്റ്, 1/2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ, അത് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവുമായിട്ട് കുതിർത്ത് വെക്കണം. പിന്നെ 1/4 കപ്പ് ഷുഗർ പൗഡർ, 50 ഗ്രാം മെൽറ്റഡ് ബട്ടർ. അത് നമ്മൾ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തിട്ട് ബിസ്ക്കറ്റുമായിട്ട് മിക്സ് ചെയ്ത് ഫസ്റ്റ് ലെയർ ഉണ്ടാക്കാനായിട്ടാണ്. 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക്, 1/2 കപ്പ് ഡ്രാഗൺ ഫ്രൂട്ട് പൾപ്പ്, 1/2 കപ്പ് ക്രീം ചീസ്, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഫസ്റ്റ് ലെയറിന് വേണ്ടി നമ്മൾ 100 ഗ്രാം മാരി ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ 3 ടേബിൾ സ്പൂൺ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ബ്ലൂം ചെയ്താൽ വെക്കണം. 100 ഗ്രാം മാരി ബിസ്ക്കറ്റ് നമുക്കൊരു മിക്സിയുടെ ജാറിൽ 2-3 കഷ്ണമായിട്ട് ഒടിച്ചിട്ട് ഒന്ന് ബസർ ബട്ടൺ കൊണ്ട് ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം. ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന ബിസ്ക്കറ്റിലേക്ക് നമുക്ക് 50 ഗ്രാം മെൽറ്റഡ് ബട്ടർ ഒഴിച്ച് അടച്ച് ബസർ ബട്ടൺ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് കറക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം. മിക്സ് ചെയ്ത് എടുത്തുകൊണ്ട് വരുമ്പോൾ കൈകൊണ്ട് പിടിച്ചാലൊന്ന് പിടിക്കാൻ പറ്റണം, അത്രയ്ക്കും ബട്ടർ ഒഴിച്ച് മിക്സ് ചെയ്യണം. ഇനി ഇത് ഒരു സ്പ്രിംഗ് ഫോം പാനിൽ നമുക്ക് സെറ്റ് ചെയ്യാം. സ്പ്രിംഗ് ഫോം പാനാകുമ്പോൾ നമുക്ക് സൈഡൊന്ന് ലൂസാക്കിയാൽ പുഡിങ് സെറ്റായി കഴിയുമ്പോൾ അടിയിലെ ലെയർ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. സ്പ്രിംഗ് ഫോം പാനില്ലെന്നും പറഞ്ഞ് ആരും ഈ പുഡിങ് ഉണ്ടാക്കാതിരിക്കരുത്. ഒരു ഗ്ലാസ് ബൗളിലോ ഏതെങ്കിലും ഒരു പാനിലോ നമുക്ക് ഈ പുഡിങ് സെറ്റ് ചെയ്യാവുന്നതാണ്. സ്പ്രിംഗ് ഫോം പാൻ ഇല്ലാത്തവർക്കായിട്ട് ഒരു പാൻ സെറ്റ് ചെയ്യുന്ന വിധം ഞാൻ മാംഗോ ചീസ് കേക്ക് പുഡിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഈ പാനാകുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇളക്കിയെടുക്കാനും അതുപോലെ തന്നെ ലോക്ക് ചെയ്ത് വെക്കാനും സാധിക്കും. അതാണ് ഈ പാനിൻ്റെ ഗുണം. ഇനിയും പാനിൻ്റെ അടിയിൽ സ്വല്പം ബട്ടർ തടവിയതിന് ശേഷം ഒരു ബേക്കിംഗ് ഷീറ്റ് ഇതേ ഷേപ്പിൽ വെട്ടി അടിയിലിടുക. അതിനുശേഷം ബിസ്ക്കറ്റ് മിക്സ് നമ്മൾ ഇതിൻ്റെ അടിയിൽ സ്പ്രെഡ് ചെയ്യുക. സ്പൂൺ കൊണ്ട് എല്ലായിടവും ഒരേ കനത്തിൽ ലെവൽ ചെയ്യണം. 100 ഗ്രാം ബിസ്ക്കറ്റിന് 50 ഗ്രാം മെൽറ്റഡ് ബട്ടർ എന്ന റേഷ്യോയിലാണ് നമ്മൾ ബിസ്ക്കറ്റും ബട്ടറും കൂടെ മിക്സ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ ബൈൻഡ് ചെയ്യാൻ പറ്റണം. അതിനനുസരിച്ച് വേണം നമ്മൾ ബട്ടർ ചേർക്കാൻ. സ്പൂൺ കൊണ്ട് ലെവലാക്കിയതിന് ശേഷം നമ്മൾ ഒരു അടിവശം പരന്ന ഒരു ഗ്ലാസ് കൊണ്ട് പ്രസ് ചെയ്ത് എല്ലായിടവും ഒന്ന് ലെവലാക്കണം. ഇനിയും സെക്കൻഡ് ലെയർ റെഡിയാക്കുന്നത് വരെ നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റ് ചെയ്യാം. ഇനിയും സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യുന്നതിന് നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഐസിൻ്റെ മുകളിൽ വെച്ച് ഹാൻഡ് മിക്സർ കൊണ്ടൊന്ന് അടിച്ച് കട്ടിയാക്കി പതപ്പിച്ചെടുക്കാം. കേക്കിനൊന്നും കട്ടിയാക്കുന്ന പോലെ കട്ടിയാക്കേണ്ട ആവശ്യമില്ല. മിക്സി കൊണ്ടൊന്ന് പൊക്കി നോക്കുമ്പോൾ 1-2 പീക്കൊക്കെ വരുന്നത് വരെ അടിച്ചാൽ മതി. വിപ്പിംഗ് ക്രീം അടിച്ചത് നമുക്കിനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ക്രീം ചീസ് അടിച്ച് നമുക്ക് നന്നായി മയപ്പെടുത്തിയെടുക്കാം. ക്രീം ചീസ് ഇല്ലാത്തവർക്ക് വേണ്ടി ക്രീം ചീസ് ഉണ്ടാക്കുന്ന വിധം മാംഗോ ചീസ് കേക്കിലിട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. അങ്ങനെ ക്രീം ചീസ് ഉണ്ടാക്കി ചേർത്താലും മതി. ക്രീം ചീസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് പൾപ്പ് ഒരു മിക്സിയിലെടുത്ത് 1/4 കപ്പ് ഷുഗർ പൊടിച്ചതിൽ നിന്നും 1-2 ടേബിൾ സ്പൂൺ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് അടിച്ചെടുത്തുകൊണ്ട് വരാം. 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ക്രീം ചീസിൽ ചേർത്ത് കൊടുക്കാം. ഹാൻഡ് മിക്സർ കൊണ്ടൊന്ന് അടിച്ച് യോജിപ്പിക്കാം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഡ്രാഗൺ ഫ്രൂട്ട് പൾപ്പ് അടിച്ചെടുത്തോട്ട് വന്നതിൽ നിന്ന് 1/2 കപ്പ് ഡ്രാഗൺ ഫ്രൂട്ട് പൾപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം.
പൾപ്പ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചു വച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. പൾപ്പ് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കാം. 1/2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്തത് മൈക്രോവേവിൽ വെച്ചോ തിളച്ച വെള്ളത്തിന് മുകളിൽ വെച്ചോ നമുക്ക് അലിയിച്ചെടുത്തോണ്ട് വരാം. മെൽറ്റ് ചെയ്ത ജെലാറ്റിൻ എല്ലായിടത്തും ഇൻകോർപ്പറേറ്റ് ആകുന്നത് വരെ മിക്സി കൊണ്ട് നന്നായി അടിച്ച് യോജിപ്പിക്കുക. ഇതുകൂടെ ഒന്ന് മിക്സി മധുരം നോക്കിയിട്ട് മധുരത്തിന് ആവശ്യമായ ഷുഗർ പൗഡറോ കണ്ടൻസ് മിൽക്കോ ചേർത്ത് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ബിസ്ക്കറ്റ് ബേസിൻ്റെ പുറത്ത് ഈ സെക്കൻഡ് ലെയർ നമ്മൾ ഒരേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ഓവർനൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. സെറ്റ് ചെയ്ത പുഡിങ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി 3rd ലെയർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. അതിന് ഞാനിവിടെ 1 ടീസ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. ആ 1 ടീസ്പൂൺ ജെലാറ്റിനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അതൊന്ന് ബ്ലൂം ചെയ്യാൻ വയ്ക്കണം. ഇനിയും 1/2 കപ്പ് ഡ്രാഗൺ ഫ്രൂട്ട് പൾപ്പിലേക്ക് 1-2 ടേബിൾ സ്പൂൺ മധുരത്തിനാവശ്യമായ ഷുഗർ പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. ബ്ലൂം ചെയ്തിരിക്കുന്ന ജെലാറ്റിൻ ഒന്ന് മെൽറ്റ് ചെയ്ത് കൊണ്ടുവരാം. മെൽറ്റ് ചെയ്ത ജെലാറ്റിന് പൾപ്പിൽ ചേർത്ത് വിസ്കർ കൊണ്ട് നന്നായി അടിച്ച് യോജിപ്പിക്കുക. ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തുകൊണ്ട് വന്ന് ചീസ് കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 3 മണിക്കൂർ സെറ്റ് ആക്കിയതിന് ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെറിയ ഡെക്കറേഷൻ ചെയ്യാം. ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ഈ ചീസ് കേക്ക് വളരെ ടേസ്റ്റിയാണ്, കാണാനും വളരെ ഭംഗിയാണ്. ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഐസിങ് ബാഗിൻ്റെ അറ്റത്ത് ചെറിയൊരു ഹോൾ ഇടുക, അല്ലെങ്കിൽ ചെറിയ ഹോളുള്ള നോസിലിട്ടാലും മതി. ഐസിങ് ബാഗിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ചെറുതായിട്ട് അടിച്ചിട്ട് എടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ 2-3 റൗണ്ട് ആയിട്ട് ഷേപ്പിൽ നോസിലിൽ കൂടെ ഇടുക. ഇനിയും പോൾക്ക ഡോട്ട്സിൻ്റെ ഇടയ്ക്ക് 2 വര പോലെ ഇട്ട് കൊടുക്കുക. ഡ്രാഗൺ ഫ്രൂട്ട് സിറപ്പ് കൊണ്ട് ഡോട്ട്സിൻ്റെ എല്ലാം നടുക്കും അതുപോലെ 2 വരയുടെ ഇടയ്ക്കും ഒരു ലൈൻ പോലെ വരച്ചു കൊടുക്കുക. ഇനി ഒരു ടൂത്ത് പിക്ക് കൊണ്ട് മുകളിൽ നിന്നും നടുവിലേക്ക് താഴോട്ട് 2 വശത്തും വരച്ചു കൊണ്ടുവരിക. നടുവിലുള്ള വലിയ റൗണ്ടിന് പുറത്തു നിന്ന് ഉള്ളിലേക്ക് ടൂത്ത് പിക്കോട്ട് വരയ്ക്കുക. അപ്പോൾ അതൊരു പൂവിൻ്റെ ഇതള് പോലെ വരും. അത് നമ്മൾ മാർബിൾ വട്ടയപ്പത്തിനകത്തൊക്കെ നടുവിൽ പൂ ഷേപ്പ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. ഈ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ചീസ് കേക്കിൻ്റെ ടേസ്റ്റും ഭംഗിയും പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ഈ സ്പെഷ്യൽ ചീസ് കേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരാനുള്ള ഇൻസ്പിറേഷൻ നിങ്ങളുടെ കമൻസാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.